യോവേൽ. പ്രിയ കൂട്ടുകാരെ, ബൈബിൾ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലെ 29-ാമത്തെ പുസ്തകമായ യോവേലിലേക്ക് കടക്കുകയാണ്. യോവേൽ ജീവിച്ചിരുന്ന കാലഘട്ടം വ്യക്തമായി നിർണയിക്കാൻ കഴിയുന്ന വാക്യങ്ങൾ ബൈബിളിൽ നിന്ന് ലഭ്യമല്ല. എന്നാൽ ഏകദേശം BC 835-800 കാലഘട്ടത്തിലായിരിക്കാം പ്രവചനങ്ങൾ നടത്തിയതെന്ന് പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. എന്തുതന്നെ ആയിരുന്നാലും യോവേലും ഇതിനു മുമ്പ് നമ്മൾ കണ്ട പ്രവാചകന്മാരെ പോലെ തന്നെ ദൈവത്തോട് മറുതലിച്ച ഇസ്രായേലിനുള്ള ന്യായവിധി വിളിച്ചറിയിക്കുന്നതിനോടൊപ്പം തന്നെ അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വരാനുള്ള ആഹ്വാനവുമാണ് നൽകിയത്. ഇസ്രായേലിന്റെ ചരിത്രത്തിലുടനീളം അവർ ദൈവത്തിൽ നിന്ന് അകന്ന് തങ്ങളുടെ ദുർമാർഗങ്ങളെ പിന്തുടരുന്നത് നമ്മൾ കണ്ടതാണല്ലോ. ഇസ്രായേൽ ദൈവത്തിന്റെ ആദ്യജാതനായതുകൊണ്ട് തന്നെ ഒരു പിതാവ് താൻ സ്നേഹിക്കുന്ന ഏതു മകനെയും ശിക്ഷിച്ച് നേർവഴിക്ക് നടത്തുന്നത് പോലെ യഹോവയായ ദൈവവും അവരെ ശിക്ഷിച്ച് നേർവഴിക്ക് നടത്താൻ ശ്രമിക്കുകയും അതിനുവേണ്ടി പല പ്രവാചകന്മാരെയും അവരുടെ അടുത്ത് അയക്കുകയും ചെയ്തു. അങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ മനസ്സില്ലാതിരുന്ന ഇസ്രായേലിനെ ദൈവം ഭാവിയിൽ നിവർത്തിക്കാനിരിക്കുന്ന തൻ്റെ പദ്ധതികളെ അറിയിച്ച് അവർ മടങ്ങി വരേണ്ടതിൻ്റെ ആവശ്യകതയെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത പ്രവാചകന്മാരിൽ ഒരാളാണ് യോവേൽ. യോവേലിന്റെ പ്രവചന കാലത്ത് യഹൂദ ദേശം അതികഠിനമായ ക്ഷാമത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. അവർ ദൈവത്തെ വിട്ടകന്ന് തങ്ങളുടെ ജീവിതം ജീവിച്ചപ്പോൾ ദൈവം അവരോട് മുൻകൂട്ടി അറിയിച്ചതുപോലെ അവർ വിതച്ച ധാന്യവും അവർ നട്ട മുന്തിരിത്തോട്ടങ്ങളും അവരുടെ അത്തിവൃക്ഷവും ഒലിവ് മരവും എല്ലാം തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴുവും തിന്ന് നശിപ്പിച്ചു കളഞ്ഞു. മദ്യപന്മാരെയും കൃഷിക്കാരെയും പുരോഹിതന്മാരെയും എല്ലാം ക്ഷാമം ഒരുപോലെ ബാധിച്ചു. അവരെ പോലെ തന്നെ വയലിലെ മൃഗങ്ങൾക്കും അതേ അവസ്ഥ തന്നെ വന്നു. നീർത്തോടുകൾ വറ്റിപ്പോയതും മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീക്ക് ഇരയാകുകയും ചെയ്തപ്പോൾ അവ തങ്ങളുടെ സൃഷ്ടാവിങ്കിലേക്ക് നോക്കി. എന്നാൽ ദൈവത്തിന്റെ ആത്മാവുള്ള മനുഷ്യൻ അപ്പോഴും മടിച്ചു നിന്നു. ദൈവത്തിന്റെ ഈ ന്യായവിധി ഇസ്രായേൽ ചെയ്ത പാപത്തിന്റെ ശിക്ഷയായിരുന്നതിനോടൊപ്പം വരാനിരിക്കുന്ന യഹോവയുടെ ദിവസത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കൂടിയായിരുന്നു. അത് സർവശക്തന്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുമെന്ന് യോവേൽ പ്രവചിച്ചു. യഹോവയുടെ ആ ദിവസം വലുതും ഭയങ്കരവുമാണെന്നും അത് സഹിക്കുവാൻ ആർക്കും കഴിയുകയില്ലെന്നും ഓർമ്മിപ്പിച്ച യോവേൽ പ്രവാചകൻ അവരോട് ഇപ്പോഴെങ്കിലും പൂർണ്ണ ഹൃദയത്തോടെയും ഉപവാസത്തോടെയും കരച്ചിലോടും വിലാപത്തോടും കൂടെ യഹോവയുടെ അടുത്തേക്ക് തിരിയുവാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ഇസ്രായേൽ മക്കൾ അവരുടെ വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി യഹോവയുടെ അടുത്തേക്ക് തിരിഞ്ഞു. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനായതുകൊണ്ട് അവർക്ക് വരുത്തുവാനിരുന്ന അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ചു. അവൻ അവർക്ക് ഉത്തരമരുളി. അവർക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകി. അവരുടെ ശത്രുക്കളെ അവരിൽ നിന്ന് ദൂരത്താക്കി. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ചവെച്ചതിനാൽ വയലിലെ മൃഗങ്ങളും യഹോവ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുകയാൽ ദേശവും സന്തോഷിച്ചു. ദൈവം അവരുടെ അടുക്കൽ അയച്ച വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് ദൈവം അവർക്ക് പകരം നന്മ നൽകി. അങ്ങനെ ഇസ്രായേൽ ദേശത്തെയും തൻ്റെ മക്കളെയും എല്ലാ ഭൗതിക നന്മകളും നൽകി ദൈവം അനുഗ്രഹിച്ചു. തുടർന്ന് ദൈവം ഭാവിയിൽ തൻ്റെ ജനത്തിൻ്റെ മേൽ പകരാനിരിക്കുന്ന തൻ്റെ ആത്മാവിനെ കുറിച്ച് അറിയിച്ചു. ആ ആത്മാവിൻ്റെ പകർച്ച യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം വന്ന പെന്തക്കോസ്ത് നാളിൽ നിറവേറി. ആ സംഭവങ്ങൾക്ക് ഏകദേശം 2000 വർഷങ്ങൾക്കിപ്പുറവും യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ആ ദിവസം എന്ന പ്രവചനം ഇനിയും നിറവേറുവാനുണ്ട്. ആ ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോവും. ദൈവം യഹൂദയുടെ സ്ഥിതി മാറ്റുന്ന ആ നാളുകളിൽ അവൻ സകല ജാതികളെയും യഹോശഫാത്ത് താഴ്വരയിൽ കൂട്ടിച്ചേർക്കുകയും അവരെ ന്യായം വിധിക്കുകയും ചെയ്യും.
ആ വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. ആ താഴ്വരയിൽ നിൽക്കേണ്ടി വരുന്ന അനേകം സമൂഹങ്ങളുണ്ട്. ആ കോപദിവസത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ദൈവം നമുക്ക് നൽകുന്നുള്ളൂ. അതിതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 4:12 പറയുന്നത് പോലെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. ആ നാമം മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം തന്നെ. ദൈവം അനുഗ്രഹിക്കട്ടെ.